പ്ലസ് ടുവിലേക്ക് കിടക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. മക്കളെ, നിങ്ങൾ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലസ് ടു ഓറിയൻറ്റേഷൻ, എക്സാമിനറിൻ്റെ ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ അല്ല, പ്ലസ് ടു ഓറിയൻറ്റേഷൻ. അത് നടക്കാൻ പോകുന്ന മെയ് 1-ാം തീയതിയാണ്. അപ്പോൾ 1-ാം തീയതി നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഓറിയൻറ്റേഷൻ പ്ലസ് ടുവിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതായത് പ്ലസ് ടുവിൽ എന്തൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അതിൽ ഫിസിക്സ് പ്ലസ് വണ്ണിനെ അപേക്ഷിച്ച് ടഫാണോ, മാത്സ് ടഫാണ്, ഏതൊക്കെയാണ് ടഫ്, അതൊക്കെ എവിടെയാണ് വരിക, ആദ്യത്തെ ചാപ്റ്റേഴ്സാണോ അല്ല അവസാനത്തെ ചാപ്റ്റേഴ്സാണോ ടഫ്, അങ്ങനെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് പിന്നെ ഒരിക്കലും പറയാൻ പോകുന്നില്ല, കാരണം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ അറിഞ്ഞാലേ കാര്യമുള്ളൂ. ആ കാര്യങ്ങൾ പറഞ്ഞുതരും. പിന്നെ പ്രാക്ടിക്കൽ നിങ്ങൾക്ക് വരുന്നുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്, അതൊക്കെ എങ്ങനെയാണ് നമുക്ക് മൊത്തം ഈ ഒരു അക്കാഡമിക് ഇയറിൽ പ്ലാൻ ചെയ്യാൻ പറ്റുക എന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് ബാച്ചിൽ ജോയിൻ ചെയ്തവർക്കും ജോയിൻ ചെയ്യാത്തവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ ന്യൂട്രൽ ആയിട്ടാണ് പറയാൻ പോകുന്നത്, ബാച്ചിൽ ജോയിൻ ചെയ്തവർക്ക് മാത്രം ഉള്ള രീതിയിലല്ല പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വരണം. അത് നടക്കാൻ പോകുന്നത് മെയ് 1-നാണ്. പിന്നെ 2-ാമത്തെ ഡേറ്റ് ആണ് മെയ് 3-ാം തീയതി സാറ്റർഡേ. അന്നായിരിക്കും നമ്മുടെ പ്ലസ് ടു ബാച്ചിൻ്റെ ബാച്ച് ലോഞ്ച് ഉണ്ടാകാൻ പോകുന്നത്. ഓറിയൻറ്റേഷനിലെ ബാച്ച് ലോഞ്ച്. സാർ ഏത് ബാച്ച്? എല്ലാ ബാച്ചിൻ്റെയും, പ്ലസ് ടു ഉയരെ ബാച്ച് ആയിക്കോട്ടെ, JEE ബാച്ച്, നീറ്റ് ബാച്ചിന് എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ബാച്ച് ലോഞ്ചിൽ ആരൊക്കെ വരണം? ബാച്ചിൽ ജോയിൻ ചെയ്ത് എല്ലാവരും വരണം. സാർ ഉയരെ ബാച്ചിൽ മാത്രം ജോയിൻ ചെയ്തവരാണോ? അല്ല, എല്ലാ ബാച്ചിലുള്ള കുട്ടികളും വരണം. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ബാച്ച് ലോഞ്ചിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സാറ്റർഡേ നിങ്ങൾ വരുന്നു, ബാച്ചിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. അതായത് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയാം എന്താണ്, പക്ഷെ അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ടേ നിങ്ങൾ ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് ലൈവ് ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് എന്താ ഗുണം? ലൈവ് ക്ലാസ്സിൽ എന്താണ് ചെയ്യുക? നമ്മൾ ലൈവ് ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതിയോ? ഫുൾ മാർക്ക് കിട്ടുമോ? അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി ചെയ്തു ഒറ്റ ലൈവിൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മൺഡേ മെയ് 5-ന് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഫസ്റ്റ് ക്ലാസ് വരാൻ പോകുന്ന മൺഡേ ആയിരിക്കും. എല്ലാ ബാച്ചുകാർക്കും ഫസ്റ്റ് ക്ലാസ് മൺഡേ ആയിരിക്കും ഉണ്ടാവുക. മൺഡേ ഇങ്ങനെ പോയി അതേ വീക്ക് മെയ് 9 ഫ്രൈഡേ നീറ്റ് ബാച്ചിനും JEE ബാച്ചിനും സെപ്പറേറ്റ് ഓറിയൻറ്റേഷൻ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അതായത് മൺഡേ മുതൽ നിങ്ങളുടെ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും മെയ് 5-ാം തീയതി മുതൽ. പക്ഷേ ഫ്രൈഡേ ആയിരിക്കും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഓറിയൻറ്റേഷൻ തരുന്നത്. കാരണം നിങ്ങൾക്ക് നീറ്റിൻ്റെ ക്ലാസ്സും JEEൻ്റെ ക്ലാസ്സും ഓഫീസിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് തൊട്ടടുത്ത ദിവസമായ സാറ്റർഡേ ആണ്. സാറ്റർഡേ സൺഡേ മുതൽ നമ്മൾ എന്ത് ചെയ്യും? നീറ്റ് JEEയുടെ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിന് മുൻപ് നിങ്ങൾ ആ നീറ്റിനെ പറ്റിയും JEEനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സത്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ എന്താണ് നീറ്റ് എക്സാം ബേസിക്സ് മുതൽ, നിങ്ങൾ പ്ലസ് 1-ൽ പഠിച്ചവരുണ്ടാകും, നീറ്റ് പഠിക്കാത്തവരുണ്ടാകും, പഠിച്ചവർ എന്താണ് ചെയ്യേണ്ടത്, ഇനി പഠിക്കാത്തവരെങ്ങനെയാണ് കവറപ്പ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ലൈവിലായിരിക്കും പറഞ്ഞുതരാൻ പോകുന്നത്. പിന്നെ സാറ്റർഡേ മുതൽ JEE നീറ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റ്സ് നിങ്ങൾ എല്ലാവരും ഓർത്ത് വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യണം? എല്ലാവരും ലൈവിൽ വരണം. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പിന്നെ പറയാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ലൈവിൽ കാണാം.